എന്തൊക്കെ ഡയലോഗുകളായിരുന്നു കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കെ സുധാകരൻ സാർ പറഞ്ഞിരുന്നത്. കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കും, പിന്നീട് കേഡർ പാർട്ടിയാക്കും. കർണാടകയിൽ DK ശിവകുമാർ ചെയ്തതുപോലെ കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കി മാറ്റും. കോൺഗ്രസിൻ്റെ സാഹിത്യ വിങ്ങിനെ രൂപപ്പെടുത്തും. കോൺഗ്രസിൻ്റെ ചാനലായ ജയ് ഹിന്ദിനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ ഒരുപാട് വിൺവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കെ സുധാകരൻ, കണ്ണൂരിലെ തടകൊഴിഞ്ഞ സിംഹം കെ സുധാകരൻ KPCC അധ്യക്ഷനായത്. കെ സുധാകരനും BD സതീശനും ഒത്തൊരുമിച്ച് കോൺഗ്രസ്സിന് പുതുജീവൻ നൽകുമെന്നായിരുന്നു പ്രതീക്ഷ. പുതുജീവനൊന്നും കിട്ടിയില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇവർ കാണിച്ച കോലാഹലങ്ങളൊക്കെ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന കാഴ്ച, അല്ലെങ്കിൽ ഇവർ ഉയർത്തിയ ആശയ സമരങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാത്ത കാഴ്ച, അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനാണ്. പലപ്പോഴും MM ഹസൻ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായി ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിലെ സ്ഥാനാർത്ഥിയാകാൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനിച്ചപ്പോൾ UDF കൺവീനർ കൂടിയായ ഹസനെ ആക്ടിംഗ് പ്രസിഡൻ്റാക്കി മാറ്റി. ആക്ടിംഗ് പ്രസിഡൻ്റാക്കി മാറ്റി എന്ന് മാത്രമല്ല, ഹസൻ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്യോന്യം അടിക്കാതെ, തലകീറി പൊളിക്കാതെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിന്നത് ഹസൻ്റെ വിജയം. ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ്സിൽ. കെ സുധാകരൻ കണ്ണൂരിൽ തോറ്റു കഴിഞ്ഞാൽ തിരികെ വന്ന് KPCC അധ്യക്ഷ സ്ഥാനം വീണ്ടെടുക്കും. കണ്ണൂരിൽ ജയിച്ചു കഴിഞ്ഞാലും തനിക്ക് KPCC അധ്യക്ഷ സ്ഥാനം വേണമെന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടനുസരിച്ച് ഹസൻ മാറില്ല. MM ഹസൻ മാറണമെങ്കിൽ ഹൈക്കമാൻഡ് പറയണം, അല്ലെങ്കിൽ AICC പറയണം. അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഹസൻ KPCC അധ്യക്ഷ പദവിയിൽ. സുധാകരൻ്റെ വീണ്ടും ചുമതലകൾ കൈമാറാൻ സന്നദ്ധനാണ് എന്നൊക്കെ ഹസൻ പറയുന്നുണ്ടെങ്കിലും ഹസൻ ഇപ്പോൾ കാണിക്കുന്നത് സുധാകരന് അധികാര സ്ഥാനങ്ങൾ കൈമാറാൻ താല്പര്യമില്ല എന്ന രീതിയിലാണ്. സുധാകരന് അധികാര സ്ഥാനമായ KPCC അധ്യക്ഷ സ്ഥാനം കൈമാറാൻ തനിക്ക് കഴിയില്ല എന്ന ശക്തമായ സൂചന MM ഹസൻ നൽകി കഴിഞ്ഞു. ചുരുക്കത്തിൽ സുധാകരൻ തിരിഞ്ഞ് നടക്കുകയാണ്. കണ്ണൂരിൽ പോയി ഇലക്ഷന് നിന്നത് MP ആകാമെന്ന വ്യാമോഹത്തിലാണ്. അധികാരം കിട്ടിയാൽ മന്ത്രിയുമാകും കെ സുധാകരൻ. കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടിയാൽ കെ സുധാകരൻ MPയുമാകും. അങ്ങനെയുള്ള ഒരുപാട് മോഹങ്ങളുമായാണ് സുധാകരൻ കണ്ണൂരിൽ പോയി MP ജയരാജന് നേരെ മത്സരിച്ചത്. പക്ഷേ ഇപ്പോൾ MM ഹസൻ പരോക്ഷമായൊരു തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നു. താൻ വെറും ആക്ടിംഗ് പ്രസിഡൻ്റാണ്. കണ്ണൂർ സീറ്റിൽ മത്സരിക്കാൻ സുധാകരൻ പോയപ്പോൾ KPCC നിയോഗിച്ച ആക്ടിംഗ് പ്രസിഡൻ്റ്. പക്ഷേ ഇനി തന്നെ മാറ്റണമെങ്കിൽ AICC പറയണം, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറയണം എന്നൊക്കെയാണ് പരോക്ഷമായി MM ഹസൻ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ അള്ളിപ്പിടിച്ച് ഇരിക്കുകയാണ് MM ഹസൻ. സുധാകരൻ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്, തിരിച്ച് ആ കസേരയിൽ ഇരിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അതിനി നടക്കുമോ എന്ന് കണ്ടറിയണം. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ MM ഹസൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു ഗ്രൂപ്പ് പോലും ഇല്ലാതെ, തങ്ങളെ അടിക്കാതെ കോൺഗ്രസ്സുകാർ മത്സരിച്ച ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കെ സുധാകരൻ അധ്യക്ഷനായിരുന്നെങ്കിൽ തങ്ങളെ അടിച്ച് ചാവേറുകളായി തീരുമായിരുന്നു കോൺഗ്രസ്സുകാർ. എന്തായാലും സുധാകരൻ